വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ രീതിയിലാണ് അതിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല ചൂടായിട്ടൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള റവ എടുത്ത് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുള്ളത് വറുത്ത റവേനാണ്. എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ സെയിം പാനിൽ തന്നെ വെച്ചാൽ അത് ചൂടായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. വീണ്ടും സെയിം പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക്, പിന്നെ 2-3 വറ്റൽ മുളക്, ഒരു സവാളയുടെ പകുതിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ പച്ചക്കറികൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ് ഇവയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പുമാവ് ഒന്ന് കളർഫുള്ളായി കിട്ടാനും പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ അകത്ത് ചെന്നിട്ട് അവർക്കൊന്ന് ഹെൽത്തി ആവാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് എടുക്കുന്നത്. അപ്പം ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസൊക്കെ ചെറുതായിട്ടൊന്ന് വേവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സവാള മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് സവാള അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരുവോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു അളവിൽ നമുക്ക് സ്ട്രക്ചറിൽ നമുക്ക് ഉപ്പുമാവ് ലഭിക്കുന്നതാണ് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയ്ക്ക് ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം നന്നായി തിളച്ച് വരുമ്പം കുറച്ചീശയായിട്ട് നമ്മുടെ റവ ഇതുപോലെ കട്ട കുത്താതെ നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് ആ ഒരു കപ്പ് റവ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ശേഷം റവയും വെള്ളവും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ശേഷം അടപ്പ് തുറന്നിട്ട് ഒന്നും കൂടെ ഇതിനെ ഒന്ന് കട്ട കുത്താത്ത രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കുക. ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മളൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 4-5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടിരിക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുത്തതിന് വേണം കേട്ടോ ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഉപ്പുമാവിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. സെയിം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് ഉപ്പുമാവ് റെഡിയായി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് സ്നാക്സിനായിട്ടൊക്കെ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും.